സംസ്ഥാനത്ത് ആര് ഭരണത്തിലെത്തണം എന്ന് തീരുമാനിക്കുന്നതിൽ സുപ്രധാനമായ ചില മണ്ഡലങ്ങൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട മണ്ഡലങ്ങളൊന്ന് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയാണ്. അപ്രതീക്ഷിതമായി ഇടതുമുന്നണി അതിശക്തമായൊരു പോരാട്ടം ഇപ്പോൾ നേരിടുന്ന മണ്ഡലം കൂടിയാണ് പേരാമ്പ്ര. LDF കൺവീനർ CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം TP രാമകൃഷ്ണൻ തുടർച്ചയായ 3-ാം തവണ മത്സരിക്കുന്നു. അദ്ദേഹം 2001 ഒരു തവണ അവിടെ നിന്ന് ജയിച്ചിട്ടുണ്ട്. അങ്ങനെ 4-ാം വട്ടവും TP രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ നിന്ന് ജനവിധി തേടുകയാണ്. TP രാമകൃഷ്ണനെ വീണ്ടും മത്സരിപ്പിക്കാൻ, LDF കൺവീനറായിരിക്കെ വീണ്ടും മത്സരിപ്പിക്കാൻ CPIM തീരുമാനിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് അദ്ദേഹത്തിൻ്റെ ജനപ്രീതിയിൽ ആ മണ്ഡലത്തിൽ CPIMൻ്റെ പിന്തുണ, CPIMൻ്റെ സ്വാധീനം വളരെ ശക്തമാണ്. അതിനൊപ്പം TPയുടെ ഒരു ജനപിന്തുണ, അതിൻ്റെ അടിസ്ഥാനത്തിൽ എളുപ്പത്തിൽ ജയിച്ചു കയറാം എന്നുള്ളതായിരുന്നു. അവിടെ ഒരു സർപ്രൈസ് UDFൻ്റെ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അവിടെ ഫാത്തിമ തെഹ്ലിയ എന്ന് പറയുന്ന യുവ നേതാവിനെ, ഒരു വനിതാ സ്ഥാനാർത്ഥിയെ ലീഗ് മത്സരിപ്പിക്കുന്നു. അവിടെ പ്രചാരണ രംഗത്ത് വലിയ ആവേശമുയർത്താൻ ഫാത്തിമ തെഹ്ലിയയ്ക്ക് സാധിക്കുന്നു. അതിനിടെ ഫാത്തിമ തെഹ്ലിയയുടെ ജമാഅത്ത് ബന്ധത്തെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ ഉയരുന്നു. അതിനോട് പ്രതികരിക്കാതെ മാറി നിൽക്കുന്നു TP രാമകൃഷ്ണൻ. ഇങ്ങനെ പല നിലയ്ക്കുള്ള കൗതുകങ്ങൾ പേരാമ്പ്രയിലുണ്ട്. പേരാമ്പ്ര, ബഷീറിന് എന്താ തോന്നുന്നത്, പേരാമ്പ്ര CPIMൻ്റെ ഒരു ഉറച്ച കോട്ട എന്ന് വേണമെങ്കിൽ പറയാം. കാരണം 1980 ശേഷം ഇങ്ങോട്ട് ഒരു തവണ പോലും CPIMന് ആ സീറ്റ് കൈവിട്ടിട്ടില്ല. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് 2021 TP രാമകൃഷ്ണൻ അവിടെ നിന്ന് ജയിച്ചു കയറുന്നത്. പേരാമ്പ്രയിൽ ഇത്തവണ ഒരു വലിയ മത്സരം UDF ഉയർത്തുന്നുണ്ടോ? സ്ക്രീനിൽ അതല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വലിയ ആവേശം പകരുന്ന മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്ന് പേരാമ്പ്രയാണ്. വലിയ തോതിലുള്ള വിസിബിലിറ്റി ആ മണ്ഡലത്തിലെ പ്രചാരണത്തിന് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. എന്തോ അടിത്തട്ടിൽ വലിയ മാറ്റം നടക്കാൻ പോകുന്നു എന്ന മട്ടിലാണ് UDFൻ്റെ പ്രചാരണ യന്ത്രം അവിടെ പ്രവർത്തിക്കുന്നതും അതിൻ്റെ ഉള്ളടക്കം അതല്ലെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് കൊടുക്കുന്നതും. ഇത്തവണ LDF കൺവീനർ TP രാമകൃഷ്ണനെ ഫാത്തിമ തെഹ്ലിയ എന്ന യുവ നേതാവിലൂടെ അട്ടിമറിക്കും എന്ന പ്രതീതിയാണ് ലീഗ് സൃഷ്ടിക്കുന്നത്. വലിയ തോതിൽ പ്രചാരണം നടക്കുന്നുണ്ട്. ഷാഫി പറമ്പിലിൻ്റെ, അവിടുത്തെ MP കൂടിയാണ് അദ്ദേഹം, ഷാഫി പറമ്പിലിൻ്റെ ഒരു അധിക സാന്നിധ്യം കൂടി, മറ്റ് മണ്ഡലത്തിൽ ഇല്ലാത്ത വിധത്തിലുള്ള സാന്നിധ്യം കൂടി ആ മണ്ഡലത്തിൽ വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് പേരാമ്പ്ര മണ്ഡലം വലിയ തോതിലുള്ള പ്രതീക്ഷിക്കാത്തൊരു ചലഞ്ച് LDF അവിടെ നേരിടുന്നുണ്ട് എന്ന പ്രതീതി സൃഷ്ടിക്കുന്നതിൽ UDF വിജയിച്ചിട്ടുണ്ട്. അടിത്തട്ടിൽ ബന്ധങ്ങളുള്ള നേതാവാണ് TP രാമകൃഷ്ണൻ. ഒരു തരത്തിലും ഇപ്പോൾ 1957 മുതൽ ഇങ്ങോട്ടെടുത്താൽ 3 തവണയോ മറ്റോ ആണ് ആ പേരാമ്പ്ര മണ്ഡലത്തിൽ. അപ്പോൾ ഒരു ഘട്ടത്തിൽ PSP, ഒരു തവണ കേരള കോൺഗ്രസ്, ഒരു തവണയോ മറ്റോ കോൺഗ്രസ് സ്ഥാനാർത്ഥി. ഇതല്ലാതെ കോൺഗ്രസിന് വേണ്ടി ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും LDF അല്ലാതെ അല്ലെങ്കിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അല്ലാതെ മറ്റൊരാളെ തെരഞ്ഞെടുത്തിട്ടുള്ള മണ്ഡലമല്ല പേരാമ്പ്ര. BJPക്ക് കാര്യമായ വേരോട്ടമൊന്നും ഇല്ലാത്ത മണ്ഡലമാണ്. LDF വോട്ടിനകത്ത് തന്നെ വലിയ സെക്കുലർ ആയ ഒരു ഉറച്ച രാഷ്ട്രീയ വോട്ടിൻ്റെ കേന്ദ്രം കൂടിയാണ് പേരാമ്പ്ര. TP രാമകൃഷ്ണനാകട്ടെ വലിയ തോതിൽ അടിത്തട്ടിൽ, അത് CPIM പ്രവർത്തകരെന്നോ ഇടതുപക്ഷ അനുഭാവികളെന്നോ സ്വന്തം വോട്ടർമാരെന്നോ ഇല്ല, ആ മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിലും ഓരോ ബൂത്തിലും അടിത്തട്ടിലുള്ള മനുഷ്യരുമായി വലിയ ബന്ധമുള്ള, വ്യക്തിഗതമായ ബന്ധം സൂക്ഷിക്കുന്ന, ഒരുപക്ഷെ ഒരു രാഷ്ട്രീയ നേതാവിന്, തുടർച്ചയായി വിജയിച്ചു വരുന്ന ഒരു രാഷ്ട്രീയ നേതാവിനോടുള്ള ഒരു ഹെയ്റ്റ് ഫാക്ടർ ഉണ്ടാകുമല്ലോ, അതില്ലാത്ത ഒരു നേതാവാണ് TP രാമകൃഷ്ണൻ. അപ്പോൾ TP രാമകൃഷ്ണനെ ആ മണ്ഡലത്തിൽ പരാജയപ്പെടുത്തുക എന്നത് ഏറെക്കുറെ അചിന്ത്യമായ കാര്യമായിരുന്നു. പക്ഷേ മത്സരത്തിൻ്റെ ചിത്രങ്ങൾ കാണുമ്പോൾ, മത്സരത്തിൻ്റെ സോഷ്യൽ മീഡിയയിലുള്ള അതിൻ്റെ എനർജിയും അതിൻ്റെ ആവേശവും കാണുമ്പോൾ അവിടെ അടിത്തട്ടിലൊരു മത്സരം, വളരെ വാശിയേറിയൊരു മത്സരം നടക്കുന്നുണ്ട് എന്നത്. ഈ വാശിയേറിയ മത്സരം എന്ന് പറയുമ്പോഴേ അതിൻ്റെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. കാരണം വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്, വടകര ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന പേരാമ്പ്ര UDFന് വലിയ മുൻതൂക്കം നൽകിയ, വലിയ ലീഡ് നൽകിയ ഒരു മണ്ഡലമാണ്. സ്വാഭാവികമായും LDFൻ്റെ വലിയ ഉറച്ച കോട്ട എന്ന് പറയുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ലീഡ് UDFന് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് വന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ വളരെ അപ്രതീക്ഷിതമായൊരു മുന്നേറ്റം UDF അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പേരാമ്പ്ര എന്ന് പറയുന്ന പേരാമ്പ്രയുടെ പേരിലുള്ള പഞ്ചായത്ത്, ആ പഞ്ചായത്ത് ഒരു 1/4 നൂറ്റാണ്ടിന് ശേഷം UDF തിരിച്ചു പിടിച്ചതിന് ശേഷം UDF പ്രവർത്തകർ ആ തെരുവിലൂടെ നടത്തിയ വലിയൊരു പ്രകടനമുണ്ട്. അതൊരു വലിയ ശക്തി പ്രകടനം പോലത്തെ ഒരു പ്രകടനമായിരുന്നു. അപ്പോൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലുണ്ടായ മുൻതൂക്കം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ മുൻതൂക്കം, ഇത് നൽകുന്ന ഒരു ആവേശം UDF പ്രവർത്തകരുണ്ട്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റവും അപ്രതീക്ഷിതമായിരുന്നു. UDFനുണ്ടായ മുന്നേറ്റം 10 പഞ്ചായത്തുകളാണ്: അരിക്കുളം, ചക്കിട്ടപ്പാറ, ചങ്ങരോത്ത്, ചെറുവണ്ണൂർ, കീഴരിയൂർ, കൂത്താളി, മേപ്പയ്യൂർ, നൊച്ചാട്, പേരാമ്പ്ര, തുറയൂർ.
ഇതിൽ പേരാമ്പ്ര ഉൾപ്പെടെ 5 പഞ്ചായത്തുകളാണ്. യഥാർത്ഥത്തിൽ ഇതെല്ലാം ലെഫ്റ്റിൻ്റെ ഇടതുപക്ഷത്തിൻ്റെ പഞ്ചായത്തുകളായിരുന്നു. പേരാമ്പ്ര ഉൾപ്പെടെ 5 പഞ്ചായത്തുകളാണ് UDF പിടിച്ചെടുത്തു എന്ന് പറയുന്നത്. അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും അവിടെ വേണമെങ്കിൽ ഒരു UDF മുന്നേറ്റമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ വിസിബിളാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവർ പല പഞ്ചായത്തുകളും UDF പിടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള രാഷ്ട്രീയ പശ്ചാത്തലം അവിടെയുണ്ട്. പക്ഷേ അതുപോലെയല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതുപോലെയല്ല TP രാമകൃഷ്ണൻ ഉൾപ്പെടുന്ന ഒരു മത്സരം എന്ന് പറയുന്ന ആ മണ്ഡലത്തെ സംബന്ധിച്ച്. എത്ര വലിയ പ്രൊഫൈലുള്ള എതിർ സ്ഥാനാർത്ഥി വന്നാലും അവിടെ TPയെ പരാജയപ്പെടുത്തുക എളുപ്പമല്ല എന്ന ചിത്രം തന്നെയായിരുന്നു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് വരെ ഉണ്ടായിരുന്നത്. ഫാത്തിമ തഹ്ലിയ സാധാരണഗതിയിൽ മുസ്ലിം ലീഗ് ഇപ്പോൾ ഇത്തവണ 2 വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. സാധാരണ മുസ്ലിം ലീഗ് ഇതിനു മുമ്പും വനിതാ സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഖമറുനിസ അൻവറും അഡ്വക്കേറ്റ് നൂർബിന റഷീദും കോഴിക്കോട് സൗത്ത് മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അക്കാലത്ത് മുസ്ലിം ലീഗിൻ്റെ വനിതാ സ്ഥാനാർത്ഥികൾ എന്നത് ഏറെക്കാലം പൊതുസമൂഹത്തിൽ നിന്ന് ശകാരം കേൾക്കുമ്പോൾ ഒരു പേരിനൊരു വനിതാ സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, ഒരു ഉപചാരം പോലെ മത്സരിപ്പിക്കുന്നു, അവർ പരാജയപ്പെട്ടു പോകുന്നു എന്ന സ്ഥിതിയാണ്. മുസ്ലിം ലീഗിൻ്റെ ഉറച്ച മണ്ഡലങ്ങളിൽ അല്ലെങ്കിൽ മലപ്പുറം ജില്ലയിൽ നിന്ന് ഒരു ഘട്ടത്തിലും ഒരു വനിതാ സ്ഥാനാർത്ഥിയെ പോലും MLA ആയി ആ ജില്ലയിൽ നിന്ന് തന്നെ വിജയിപ്പിച്ചിട്ടില്ല. പക്ഷേ ഇത്തവണത്തെ വനിതാ സ്ഥാനാർത്ഥിത്വം ഫാത്തിമ തഹ്ലിയയുടെയും തൊട്ടപ്പുറത്തെ കൂത്തുപറമ്പ് മണ്ഡലത്തിലെ ജയന്തി രാജിൻ്റെയും സ്ഥാനാർത്ഥിത്വത്തിന് ലീഗ് നൽകുന്ന പ്രാധാന്യം കുറെ കൂടി കൂടുതൽ എന്നല്ല, മണ്ഡലം പിടിച്ചെടുക്കാൻ എന്ന മട്ടിൽ തന്നെയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും അവരവിടെ നിർത്തുകയും ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു യുവ വോട്ടർമാരുടെ പങ്കാളിത്തം, പിന്നെ ക്യാമ്പയിനിലും അത് വളരെ പ്രകടമാണ്, സോഷ്യൽ മീഡിയയിലും പ്രകടമാണ്. അടിത്തട്ടിൽ ഒരു മത്സരം നടക്കുന്നു എന്ന പ്രതീതിക്കപ്പുറത്ത് കണക്കുകൾ വെച്ച് നമുക്ക് ആ മണ്ഡലത്തിൽ TP രാമകൃഷ്ണനെ പോലെ ഒരാളെ തോൽപ്പിക്കുക സാധ്യമാണ് എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന എനർജി അവിടെ അത്യധികം. ഈ ഫാത്തിമ തഹ്ലിയയുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് പറഞ്ഞു. ഫാത്തിമ തഹ്ലിയ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരിച്ച് വിജയിച്ച കാൻഡിഡേറ്റാണ്. അത് മാത്രമല്ല അവരുടെ ഒരു റെലവൻസ്, കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു പരിധിവരെ ലീഗ് നേതൃത്വവുമായിട്ട് കലഹിച്ചിട്ടുണ്ട് കുറച്ചു കാലം മുമ്പ്. ഹരിതയുടെയൊക്കെ പേരിൽ, അവർക്ക് പ്രാതിനിധ്യം കിട്ടാത്തതിൻ്റെ പേരിൽ, അതുപോലെ ഈ MSFൻ്റെ ലീഡർഷിപ്പ് അവരോട് ബിഹേവ് ചെയ്യുന്ന രീതിയുടെ പേരിൽ ഒക്കെ ഫാത്തിമ തഹ്ലിയ ഉൾപ്പെടുന്ന നേതൃത്വം ലീഗ് നേതൃത്വവുമായിട്ട് കലഹിച്ചിട്ടുണ്ട്. അപ്പോൾ പോലും ലീഗ് നേതൃത്വം ഒരു പരിധിവരെ ഒരു കോംപ്രമൈസ് ടോണിലാണ് അവരെ ഡീൽ ചെയ്തിരുന്നത്. അവരെ ഒഴിവാക്കുകയല്ല ചെയ്തത്, അവരുടെ ഡിമാൻഡ്സിനെ പാർട്ടി രീതി അനുസരിച്ച് എന്താ പറയുക, അവരെ പാർട്ടിക്ക് വിധേയപ്പെടുത്തി കൊണ്ടുവന്ന് കൂടെ നിർത്തുകയാണ് ലീഗ് ചെയ്തത്. അപ്പോൾ ആ നിലയ്ക്കുള്ള ഒരു റെലവൻസ് ഫാത്തിമ തഹ്ലിയയുടെ ഒരു സ്ഥാനാർത്ഥിത്വത്തിനുണ്ട്, ആ വ്യക്തിത്വത്തിനുണ്ട്. അപ്പോൾ ലീഗ് നേതൃത്വത്തിനെതിരെ കൂടി ശബ്ദമുയർത്തിയിട്ടുണ്ട് ഫാത്തിമ തഹ്ലിയ എന്നുള്ളൊരു ഒരു ഘടകം അവിടെയുണ്ട്. എന്നാൽ പോലും അവരെ വീണ്ടും കാൻഡിഡേറ്റ് ആക്കാൻ ലീഗ് നേതൃത്വം തീരുമാനിക്കും. അതിൽ ഒരു വ്യത്യാസമുള്ളത്, ലീഗ് അവരുടെ വനിതാ പ്രവർത്തകരോടുള്ള ലീഗിൻ്റെ അപ്രോച്ചിൽ വ്യത്യാസം വന്നു എന്നതാണ്. നേരത്തെ ഒരു 15 വർഷം മുമ്പ് വരെ മുസ്ലിം ലീഗിൻ്റെ ഒരു വേദിയിലും നമുക്ക് സ്ത്രീകളെ കാണാൻ കഴിയില്ല. അത് നേതൃസ്ഥാനത്താവട്ടെ, വേദിയിലാവട്ടെ, വേദിക്ക് താഴെയാവട്ടെ, സ്ത്രീകളില്ലാത്ത ഒരു സംഘടന എന്ന മട്ടിലാണ് മുസ്ലിം ലീഗ് പ്രവർത്തിച്ചുകൊണ്ട്. സംസ്ഥാന സമ്മേളനത്തിൽ പോലും പൊടിക്ക് പോലും ഒരു വനിതാ പ്രാതിനിധ്യം ഒരിടത്തുമില്ലാത്ത ഒരു പാർട്ടി ആയിരുന്നു മുസ്ലിം ലീഗ്. അതിന് മാറ്റം വരികയും അടിത്തട്ടിൽ തന്നെ ബൂത്ത് തലം മുതൽ തന്നെ സ്ത്രീകൾ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി തീരുകയും അവർ ഭാരവാഹിത്വത്തിലേക്ക് വരികയും അവർ പ്രചാരണത്തിന് പങ്കെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത് ഈ അടുത്ത കാലത്താണ്. അപ്പോൾ ലീഗിന് വനിതാ വോട്ടർമാരോടും വനിതാ പ്രവർത്തകരോടുമുള്ള അപ്രോച്ചിൽ വ്യത്യാസം വന്നു. സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്നതിലേക്ക് ലീഗ് ഏറെക്കുറെ മാറിക്കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിനുശേഷം വരുന്ന സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണിത്. പണ്ട് ഖമറുനിസ അൻവറിനെയും നൂർബിന റഷീദയെയും നിർത്തിയ പോലെ അല്ല ഫാത്തിമ തഹ്ലിയയെ നിർത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ജയന്തി രാജനെ നിർത്തിയിരിക്കുന്നത്. അവർ ഈക്വൽസായി വിജയിച്ച് വരാൻ വേണ്ടി തന്നെ നിർത്തപ്പെട്ട സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ വന്നു ചേർന്നിരിക്കുന്ന വനിതാ പ്രാതിനിധ്യത്തിൻ്റെ കൂടി റിഫ്ലക്ഷനാണ് ഇവരുടെ സ്ഥാനാർത്ഥിത്വം. അതുകൊണ്ട് തോൽക്കാൻ വിടുന്ന സ്ഥാനാർത്ഥി എന്ന പ്രതീതി ഇപ്പോഴില്ല. ജയിച്ചു വരാൻ തന്നെയുള്ള മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ ആ സ്ഥാനാർത്ഥിത്വത്തോടുള്ള റെസ്പോൺസിലും വലിയ വ്യത്യാസമുണ്ട്. നേരത്തെ ഇത്തരം ഒരു ആവേശകരമായ ക്യാമ്പയിൻ ജനറേറ്റ് ചെയ്തെടുക്കാൻ മുസ്ലിം ലീഗിൻ്റെ ഒരു വനിതാ സ്ഥാനാർത്ഥിക്ക് കഴിയില്ലായിരുന്നു. ഇപ്പോൾ അത് കഴിയുന്നുണ്ട്. അത് ആവേശം കൂടുതലാണ്. യഥാർത്ഥത്തിൽ മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഫാത്തിമയ്ക്ക് വേണ്ടിയുള്ള ആവേശം യഥാർത്ഥത്തിൽ
UDF പ്രവർത്തകരിൽ കൂടുതലാണ്. ഒരു പക്ഷേ ഷാഫി പറമ്പിലിൻ്റെ ഒരു സാന്നിധ്യവും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണയും ഈ സ്ഥാനാർത്ഥിത്വത്തിന് അധികമുണ്ട് എന്ന് തോന്നുന്നു. ഇത് പറയുമ്പോഴേ ഇപ്പോൾ നമ്മൾ പേരാമ്പ്ര എടുത്തു കഴിഞ്ഞാൽ ഈ സംഘടനാ മെഷീനറി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CPM-ന് അവരുടേതായ സംഘടനാ മെഷീനറി നല്ല പോലെ ഉണ്ട്, അതിശക്തമായ സംഘടനാ മെഷീനറി ഉണ്ട്. ഇപ്പുറത്ത് അതിനോട് കോമ്പീറ്റ് ചെയ്യാൻ പാകത്തിലുള്ളത് ലീഗിൻ്റെ സംഘടനാ മെഷീനറി തന്നെയാണ്, കോൺഗ്രസിൻ്റെതല്ല. അപ്പോൾ ഈ രണ്ട് സംഘടനാ മെഷീനറികളും വലിയ തോതിൽ അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് മത്സരം കുറെ കൂടെ തീവ്രമായി നമ്മളുടെ മുന്നിലേക്ക് എത്തുന്നുമുണ്ട്. അതോടൊപ്പം ഈ പേരാമ്പ്ര മണ്ഡലം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ LDF-ൻ്റെ വലിയ ശക്തി കേന്ദ്രമാണ് എന്ന് പറയുമ്പോൾ ഒരു കൗതുകരമായിട്ടുള്ളൊരു കാര്യം, 2016 അന്ന് ഈ കേരള കോൺഗ്രസ് എമ്മിൻ്റെ മുഹമ്മദ് ഇക്ബാൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി 2ാം വട്ടം അവിടെ മത്സരിക്കുകയാണ്. 2011 മത്സരിച്ചു, അദ്ദേഹം പരാജയപ്പെട്ടു. 2016 TP രാമകൃഷ്ണനെതിരെ തന്നെ മുഹമ്മദ് ഇക്ബാൽ വീണ്ടും മത്സരിക്കുന്നു. കേരള കോൺഗ്രസ് എമ്മിൻ്റെ കാൻഡിഡേറ്റ് ആണ് എന്ന് ആലോചിച്ച് നോക്കണം. പേരാമ്പ്ര മണ്ഡലത്തിൽ കേരള കോൺഗ്രസ് എമ്മിന് അങ്ങനെ വലിയ സ്വാധീനമൊന്നുമില്ല. പക്ഷേ മുഹമ്മദ് ഇക്ബാൽ അവിടെ 2ാം വട്ടം വീണ്ടും മത്സരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിലുണ്ടായിരുന്നൊരു കൗതുകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേവലം 4101 വോട്ടിന് മാത്രമാണ്. അത്ഭുതകരമായിരുന്നു. അതൊരു ലെഫ്റ്റ് വേവ് ഇടതുപക്ഷ തരംഗമുണ്ടായ തെരഞ്ഞെടുപ്പ്. എന്നിട്ട് പോലും അവിടെ TP രാമകൃഷ്ണൻ തന്നെയായിരുന്നു സ്ഥാനാർത്ഥി. അദ്ദേഹം 4000 വോട്ടിന് മാത്രം 4101 വോട്ടിന് മാത്രമാണ് അന്ന് വോട്ടുകളുടെ കണക്കെടുത്താൽ 2021 TP രാമകൃഷ്ണൻ 82,023 വോട്ട്, 52.7%. CH ഇബ്രാഹിംകുട്ടിയാണ് UDF സ്ഥാനാർത്ഥി, 63,431 വോട്ട്, 38.8%. KV സുധീർ BJP 11,165 വോട്ട്, 6.8%. SDPIക്കും എന്ന സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നു, പക്ഷേ 1% താഴെ വോട്ടാണ് കിട്ടിയത്, 1,465 വോട്ട്. 22,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2021 TP രാമകൃഷ്ണൻ ജയിച്ചത്. അതേസമയം ഈ പറഞ്ഞ 2016 വോട്ട് ഭൂരിപക്ഷം 4,101, വോട്ട് ശതമാനം TP രാമകൃഷ്ണൻ 47.14, കിട്ടിയ വോട്ട് 72,359. മുഹമ്മദ് ഇക്ബാലിന് 44.46, 68,258 വോട്ട്. അന്നവിടെ SDPIക്ക് സ്ഥാനാർത്ഥിയില്ല. BDJS ആണ് NDAക്ക് വേണ്ടി മത്സരിച്ചത്, സുകുമാരൻ നായർ. അദ്ദേഹത്തിന് 5.58%, 8,568 വോട്ട്. ഇതാണ് 2021 2016 കണക്ക്. BJPക്ക് അവിടെ വളരെ നിസ്സാരമായ പ്രാതിനിധ്യം മാത്രമേ ഉള്ളൂ. പരമാവധി കിട്ടിയിരിക്കുന്ന വോട്ടെന്ന് പറയുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കിട്ടിയ 6.8% വോട്ടാണ്. BJPക്ക് അവിടെ വലിയ റോളൊന്നും വഹിക്കാനില്ല. വളരെ ഡയറക്റ്റായിട്ട് LDF-ഉം UDF-ഉം തമ്മിലുള്ള വലിയ ശക്തമായ മത്സരം നടക്കുന്നു. അതിൽ ഫാത്തിമ തെഹ്ലിയെ പോലെ ഒരു യുവ വനിതാ നേതാവിനെ നിർത്തി വലിയ ആവേശം ജനിപ്പിക്കാൻ ലീഗിന് കഴിയുന്നു എന്നുള്ളത് ഒരു പക്ഷേ കഴിഞ്ഞ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ അവർ നേടിയ അപ്രതീക്ഷിതമായ വിജയം, 5 പഞ്ചായത്തുകൾ പിടിച്ചെടുത്തുകൊണ്ട് UDF നേടിയ അപ്രതീക്ഷിതമായ വിജയം, അതിൻ്റെ പുറമെ ഒരു യുവ നേതാവിനെ നിർത്തിക്കൊണ്ട് ജനിപ്പിക്കുന്ന ഒരു വലിയ ഊർജം, ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ വേണമെങ്കിൽ ഒരു അട്ടിമറി നമുക്ക് പേരാമ്പ്രയിൽ മണക്കാം. കണക്ക് കൂടി 2011 ഒരു കണക്ക് കൂടി. K കുഞ്ഞമ്മദാണ് CPIM സ്ഥാനാർത്ഥി, 70,248, 51.91%. അന്ന് മുഹമ്മദ് ഇക്ബാലാണ് എതിർ സ്ഥാനാർത്ഥി, കേരള കോൺഗ്രസ് M, 40.62%, 54,979. P ചന്ദ്രിക BJP 5.33, അതായത് 7,214 വോട്ട്. അന്നത്തെ മാർജിൻ 15,000 വോട്ടിൻ്റെ വ്യത്യാസമാണ്. മാർജിൻ ശതമാനം എന്ന് പറയുന്നത് 11% വ്യത്യാസം. 2021 യഥാർത്ഥത്തിൽ മാർജിൻ ശതമാനം എന്ന് പറയുന്നത് 13% വ്യത്യാസമുണ്ട്. 2011 13 10% മേലെ, ഒന്ന് 11 ഒന്ന് 13% വോട്ട് വ്യത്യാസത്തിലാണ് LDF അവിടെ ജയിക്കുന്നത്. 2016 മാത്രം അത് 3% താഴെയുള്ള വ്യത്യാസത്തിലേക്ക്. അത് യഥാർത്ഥത്തിൽ 2016 ആ റിസൾട്ട് തന്നെ ഇപ്പോൾ നോക്കുമ്പം നമുക്ക് അതെങ്ങനെ സംഭവിച്ചു എന്ന് തോന്നും. ആ വിധത്തിൽ 1980 മുതൽ VV ദക്ഷിണാമൂർത്തി, NK രാധ, പിന്നെ TP രാമകൃഷ്ണൻ, K കുഞ്ഞമ്മദ്, പിന്നെ TP രാമകൃഷ്ണൻ തുടർച്ചയായി ഈ വിധത്തിൽ നിൽക്കുന്ന ഒരു മണ്ഡലമാണത്. ഏതെങ്കിലും തരത്തിൽ ഇടതുപക്ഷത്തിന് അവിടെ ഒരു തിരിച്ചടി ഉണ്ടാകും എന്ന് പറയാൻ പറ്റില്ല. TP രാമകൃഷ്ണൻ്റെ പ്രൊഫൈലാകട്ടെ ആദ്യകാലത്ത് MLA ആകുന്നതിൽ നിന്ന് വ്യത്യസ്തമായി
അദ്ദേഹം മുന്നണിയുടെ ലീഡർഷിപ്പിലേക്ക് വന്നിരിക്കുന്നു. അടിത്തട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധത്തിന് ഒരു തരത്തിലുള്ള കോട്ടവും സംഭവിച്ചിട്ടില്ല. ഇത് പറയുമ്പോഴേ ഒറ്റ കാര്യം കൂടി, ഇപ്പോൾ ഈ ഫാത്തിമ താലിയുടെ ഒരു ജമാഅത്ത് ബന്ധത്തെക്കുറിച്ചുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. ഇപ്പോൾ കോഴിക്കോട് സൗത്തിലെ LDF സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർകോവിലാണ് ആ ആരോപണം ആദ്യം ഉന്നയിച്ചത്. പക്ഷേ അതിനോട് TP രാമകൃഷ്ണൻ അത് ഏറ്റെടുക്കുകയോ അതിനോട് റിയാക്ട് ചെയ്യുകയോ ചെയ്തില്ല. അത് നിങ്ങൾ ദേവർകോവിലിനോട് ചോദിക്കൂ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോവുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ ഈ ഫാത്തിമ താലിയുടെ ജമാഅത്ത് ബന്ധം എന്ന് പറയുന്ന ആക്ഷേപം അത് ഗ്രൗണ്ടിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഈ സുന്നി വിഭാഗങ്ങൾക്കിടയിലുള്ള അവരുടെ വോട്ടാണ്. അവിടുത്തെ ഒരു ഡെമോഗ്രാഫി എടുത്തു കഴിഞ്ഞാൽ ആക്ഷേപം ഇമ്പാക്റ്റ് ഉണ്ടാക്കും. ആ ആക്ഷേപം ഇമ്പാക്റ്റ് ഉണ്ടാകും മുസ്ലിം വോട്ടിലാണ്. മറ്റൊരു വോട്ട് ബാങ്കിനേക്കാൾ മുസ്ലിം വോട്ട് ബാങ്കിലാണ് ആ ആക്ഷേപം ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത്. ആ ആക്ഷേപത്തിൻ്റെ സാധുത നമുക്കറിയില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായി ഫാത്തിമ കുറേ കാലമായി മുസ്ലിം ലീഗിനകത്ത് പ്രവർത്തിക്കുന്ന യുവ നേതാവാണ്. അവരുടെ കുടുംബത്തിന് അല്ലെങ്കിൽ കുടുംബത്തിൽ ചിലർക്ക് ജമാഅത്ത് പശ്ചാത്തലമുണ്ട്. അതിനേക്കാൾ കൂടുതലായി ഈ ആരോപണത്തിൻ്റെ ഒരു പശ്ചാത്തലം വിശദീകരിച്ച് പോകേണ്ടതുണ്ട്. മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ ജമാഅത്ത് സ്വാധീനം ചെലുത്തുന്നു എന്ന CPIMൻ്റെ ആരോപണമുണ്ടല്ലോ. അതിന് ആ ഒരു അന്തരീക്ഷത്തിൽ പെട്ടയാളാണ് ഫാത്തിമ തഹ്ലിയ. അതായത് സ്വത്വ രാഷ്ട്രീയത്തോട്, ദേശീയ മുസ്ലിം രാഷ്ട്രീയത്തോട്, ആഗോള രാഷ്ട്രീയത്തോട്, മുസ്ലിം സമൂഹം എന്ന ഒരു പരികൽപ്പനയോട് ഒക്കെയുള്ള ഒരു പാൻ ഇസ്ലാമിസ്റ്റ് കാഴ്ചപ്പാട്. ഇതാണല്ലോ ജമാഅത്ത് സ്വാധീനം എന്ന് പറയുന്നത്. അത്തരം സ്വാധീനത്തിൽ പെട്ട ഒരാളാണ് ഫാത്തിമ തഹ്ലിയ ഉൾപ്പെടെ ചില യുവ നേതാക്കന്മാർക്ക്, മുസ്ലിം ലീഗിലെ ചില യുവ നേതാക്കന്മാർക്ക് ആ തരത്തിലുള്ള സ്വാധീനമുണ്ട്. അതൊരു പ്രത്യയശാസ്ത്രപരമായ സ്വാധീനമാണ്. ആ സ്വാധീനത്തിൽപ്പെട്ടയാളാണ് ഫാത്തിമ തഹ്ലിയ എന്നാണ് ആരോപണമെങ്കിൽ അതിൽ ചില ശരിയുമുണ്ട്. എന്നാൽ ഇത് ജമാഅത്ത് നോമിനിയാണെന്നോ ജമാഅത്ത് പ്രതിനിധിയാണ് ഫാത്തിമ തഹ്ലിയ എന്നോ പറയുന്നതിന് യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ല. അപ്പോൾ ഇത് വോട്ടായി മാറുക അല്ലെങ്കിൽ വോട്ടിനെ എങ്ങനെ ബാധിക്കും എന്ന് ചോദിച്ചാൽ മുസ്ലിം വോട്ടിനെ ഒരു പക്ഷേ അത് ബാധിച്ചേക്കാം. സുന്നി വോട്ടിനെയൊക്കെ അത് ബാധിച്ചേക്കാം. നേരത്തെ മുസ്ലിം സമൂഹത്തിലെ ഒരു സ്ത്രീ സ്ഥാനാർത്ഥിയായി വന്നാൽ അവർ തോൽക്കാനുള്ള പ്രവണത കൂടുതലായിരുന്നു. അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഷാനിമോൾ ഉസ്മാൻ ഒഴികെ എല്ലാ സ്ഥാനാർത്ഥികളും വിജയിച്ചു പോയ സാഹചര്യം ഓർമ്മയുണ്ട്. അതിൻ്റെ പോലും പശ്ചാത്തലം ഒരു മുസ്ലിം സ്ത്രീയെ സ്ഥാനാർത്ഥിയായി വിജയിപ്പിച്ചെടുക്കാൻ ആ സമൂഹത്തിൽ താല്പര്യമില്ല എന്ന വിധത്തിലുള്ളൊരു അന്തരീക്ഷമുണ്ടായിരുന്നു. ആ അന്തരീക്ഷം പക്ഷേ ഫാത്തിമ തഹ്ലിയെ ബാധിക്കുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. കാരണം അടിത്തട്ടിൽ ഒരു മാറ്റം മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ടിംഗ് പാറ്റേണിൽ തന്നെ വന്നിട്ടുണ്ട്. അവിടുത്തെ സ്ത്രീ പ്രാതിനിധ്യത്തോടുള്ള അവരുടെ സങ്കല്പത്തിലും മാറ്റം വന്നിട്ടുണ്ടാവണം. അത് വെച്ച് നോക്കുമ്പോൾ ഫാത്തിമ തഹ്ലിയക്ക് ഒരു സ്ത്രീ എന്ന നിലയിൽ യാഥാസ്ഥിക വിഭാഗത്തിൽ നിന്ന് വോട്ട് കിട്ടാത്ത സാഹചര്യം ഉണ്ടാകും എന്ന് കണക്കാക്കാനാവില്ല. എന്നാൽ അവർക്ക് നേരെ ഉയർന്നിരിക്കുന്ന ജമാഅത്ത് ആരോപണത്തിൻ്റെ പേരിൽ ഒരുപക്ഷെ മുസ്ലിം വോട്ടിനെ ചെറിയ തോതിൽ അത് ബാധിച്ചു എന്ന് വരാം. റൈറ്റ്. എന്തായാലും പേരാമ്പ്ര നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത വിധത്തിലുള്ളൊരു മത്സരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഏത് മുന്നണിക്കായിരിക്കും കേരളത്തിൽ ഭൂരിപക്ഷം കിട്ടുക എന്ന് തീരുമാനിക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട മണ്ഡലമായിട്ട് ഒരു പക്ഷേ പേരാമ്പ്ര മാറിയേക്കാം. പേരാമ്പ്രയിൽ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറി വിജയം നടക്കുകയാണെങ്കിൽ അത് വലിയ വലിയ വിവാദങ്ങൾക്കും കാരണമാവുകയും ചെയ്യും. കാരണം സാമുദായികമായ ധ്രുവീകരണം നടന്നു എന്നൊരു ആരോപണത്തിലേക്കായിരിക്കും അത് കൊണ്ടെത്തിക്കുക. കാരണം പേരാമ്പ്ര അത്ര വലിയ സോളിഡായ വിധത്തിൽ ഒരു സെക്യുലർ വോട്ട് ബാങ്കിൻ്റെ സ്ഥലമാണ്. അങ്ങനെയാണ് അവിടുത്തെ വോട്ട് നമ്മൾ BJPക്കൊന്നും അങ്ങോട്ട് കടന്നു കയറാൻ പറ്റാത്ത വിധത്തിലുള്ള അവർക്ക് ഈ കാലമായിട്ടും 2014 ശേഷം, അതായത് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ ഏറിയതിന് ശേഷം കേരളത്തിലെ പല മണ്ഡലങ്ങളിലും BJPയുടെയും NDAയുടെയും വോട്ട് ഷെയറിൽ വലിയ വർധന ഉണ്ടാകുന്നത് നമ്മൾ പല മണ്ഡലങ്ങളിൽ കണ്ടതിന്. പക്ഷേ പേരാമ്പ്രയിൽ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. കാരണം 2011 5.32 മറ്റോ വോട്ട് ശതമാനം ഉണ്ടായിരുന്നത് 2021 എത്തുമ്പോൾ 6.83 എന്ന് പറയുന്ന ഒരു വളരെ ചെറിയൊരു ഗ്രോത്ത് മാത്രമേ ഇവിടെ ഉള്ളൂ. അത്രയും സെക്യുലർ ആയിട്ടുള്ള ഒരു കോഴിക്കോട് ജില്ലയുടെ വടക്ക് കിഴക്കൻ മേഖലയിലുള്ള ഈ പ്രദേശം ഏതാണ്ട് കേരളത്തിൻ്റെ ഡെമോഗ്രഫിയുടെ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ്. അപ്പോൾ ഒരു 45% മേലെ ഹിന്ദു വോട്ട്, ഒരു 30% തൊട്ട് മേലെയായി മുസ്ലിം വോട്ട്, ബാക്കി ക്രിസ്ത്യൻ വോട്ട്. അതാണ് ആ മണ്ഡലത്തിൻ്റെ ഒരു ഡെമോഗ്രഫി. മുസ്ലിം വോട്ട് യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനസംഖ്യാനുപാതത്തേക്കാൾ കുറച്ച് കൂടുതലാണ്. ഈ വിധത്തിലുള്ള ഒരു ഡെമോഗ്രഫിയാണ്. അതോടൊപ്പം അടിത്തട്ടിൽ തന്നെ ഒരു സെക്യുലർ, ഒരു മതനിരപേക്ഷമായ കൾച്ചറുള്ളൊരു പ്രദേശവുമാണ്. അവിടെ ഇത്രയും അടിസ്ഥാനപരമായ കണക്കുകൾ ഇങ്ങനെ ആയിരിക്കെ മറിച്ചൊരു വിജയം ഫാത്തിമക്ക് സാധിക്കും
എന്നുണ്ടെങ്കിൽ അത് വലിയ വിവാദങ്ങൾക്കായിരിക്കും യഥാർത്ഥത്തിൽ കാരണമാവുക എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ഒന്ന് സംഭവിക്കുമെന്ന് ഞാൻ ഈ ഘട്ടത്തിലും കരുതുന്നില്ല. പക്ഷേ മണ്ഡലത്തിൽ ഒരിക്കലും സംഭവിച്ചിട്ടില്ലാത്ത വലിയ ആവേശം യഥാർത്ഥത്തിൽ ഉണ്ട് എന്നത് സത്യമാണ്. റൈറ്റ്. എന്തായാലും പേരാമ്പ്ര ഈ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലും ഫലവും വരുന്ന ഘട്ടത്തിൽ വളരെ കീനായിട്ട് നമ്മൾ കാണേണ്ടി വരുന്ന ഒരു മണ്ഡലമായി നിശ്ചയമായും മാറിയിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ഘടകം അവിടുത്തെ UDF സ്ഥാനാർത്ഥി തന്നെയായി മാറുന്നു എന്നുള്ള പ്രത്യേകതയും പേരാമ്പ്രയ്ക്ക് ഇക്കുറിയുണ്ട്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.